സിനിമകളിൽ ഹാസ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സംവിധായകനാണ് എ.ബി. രാജ്. അദ്ദേഹത്തിൻ്റെ ഹാസ്യരസപ്രധാനമായ മറ്റൊരു സിനിമയാണ് ഹലോ ഡാർലിംഗ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അർജുനൻ മാസ്റ്ററും വയലാറുമാണ് ഇതിലെ ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് അനുരാഗമേ എന്ന് തുടങ്ങുന്ന ഗാനം. അനുരാഗമേ എന്ന ഗാനത്തിൻ്റെ പ്രത്യേകത, ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് ബഹദൂറാണ്. സാധാരണഗതിയിൽ ഹാസ്യ നടന്മാർക്ക് ഗാനരംഗങ്ങൾ കിട്ടാറില്ല. പക്ഷേ ബഹദൂർ ഒരു ഭാഗവതരുടെ വേഷത്തിൽ വന്ന് ഹംസധ്വനി രാഗത്തിലുള്ള ഈ ഗാനം ആലപിക്കുമ്പോൾ അത് ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് മാറും. ഐശ്വര്യപൂർണമാകൂ ജീവിതം, ഐശ്വര്യപൂർണമാകൂ അനുരാഗമേ. സരി 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 പഗ പഗരി സരി ഗരി സരി ഗരി സരി സരി സദനി പനി സദനി സദരി സദ ഗരി സദനി നി ബബ ഗഗ സരി ഗരി പനി ധനി ഗബനി ബ രിഗ ബഗ സരി ഗരി ഗബ സനി പനി സരി ഗരി രി ഗരി രി ഗ സരി നി സരി നി സരി ഗ ബനി സരി നി സരി ഗ ബനി സരി സരി ഗ ബനി സരി ഗ ബഗരി സരി ബ സരി ഗരി ഗ നി സരി സരി പനി ധനി സ ഗരി സരി ബ രി നി ബഗ സനി ബഗരി അനുരാഗമേ. ദ്വാരക എന്നുള്ള മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരമല്ല നമ്മളതിൻ്റെ പിക്ചറൈസേഷൻ കാണുമ്പോൾ നമുക്കുണ്ടാവുക. കാരണം നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു കാര്യം, ഈ ഗാനം പാടി അഭിനയിക്കുന്നത് അമ്മ റോളുകളൊക്കെ ചെയ്യുന്ന മീനാമ്മയാണ് ഈ ഗാനം പാടി അഭിനയിക്കുന്നത്. നേരെ മുന്നിൽ ഒരു കല്യാണ നിശ്ചയത്തിന് വേണ്ടി വന്നിരിക്കുന്ന മീനാമ്മ പാടുന്നു. കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ബഹദൂറാണ്. ഒരു ഭാഗവതരൊക്കെ ആയിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി വന്നിരിക്കുന്ന ബഹദൂറിൻ്റെ മുന്നിലിരുന്ന് മീനാമ്മ പാടുന്നതായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു മെലഡി ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ മീനാമ്മ ഇരിക്കുന്ന ചെയറിൻ്റെ പിന്നിലിരുന്ന് ജയഭാരതി ഒറിജിനലായിട്ട് പാടുന്നു എന്നുള്ളതാണ് ഹലോ ഡാർലിംഗ് എന്നുള്ള സിനിമയിലെ ഈ തമാശ രംഗം നമുക്ക് കാണിച്ചു തരുന്നത്.